ഹായ് കൂട്ടുകാരെ, സുഖമാണോ എല്ലാവർക്കും? ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കിന്ന് പഠിച്ചാലോ? MJSSIയുടെ സൺഡേ സ്കൂൾ സിലബസിലെ 9ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമുക്കിന്ന് ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പഠിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് സഭാപിതാക്കന്മാർ പാടുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ നിർമ്മാണ ശില്പിയായ പൗലോസെ, നീ എഴുന്നേൽക്കുക. വിശുദ്ധ കുർബാന ക്രമത്തിലെ പ്രദക്ഷിണ ഗീതമായിട്ട് ഈ പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ സഭയുടെ നിർമ്മാണ ശില്പിയായ പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് അപ്പോസ്തലനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ സഭയുടെ നിർമ്മാണത്തിൽ അധികമായി പരിശ്രമിച്ച വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. കർത്താവിന്റെ മരണം, അതുമൂലമുള്ള രക്ഷ എന്നിവയെ പറ്റി വിശദമായി വ്യാഖ്യാനിച്ചിട്ടുള്ള പൗലോസ്ലീഹ റോമാ സാമ്രാജ്യത്തിൽ ഉടനീളം സഞ്ചരിച്ച് ക്രൈസ്തവ സഭയെ വിപുലപ്പെടുത്തിയ ഒരു മഹാനായ വ്യക്തിയാണ്. പൗലോസ്ലീഹായുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ പൗലോസ്ലീഹായുടെ ജനനത്തെക്കുറിച്ച് പറയുന്നത്, പൗലോസ്ലീഹ ഏഷ്യ മൈനറിലെ കിലിക്കിയയുടെ തലസ്ഥാനമായ തർസോസിലാണ് പൗലോസ് അപ്പോസ്തലൻ ജനിക്കുന്നത്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ശൗൽ തർസോസിലെ സമ്പന്നനായ ഒരു പരീശന്റെ മകനായിരുന്നു. നിങ്ങള് ബുക്കും പേനയും എടുക്കുക. തെളിയുന്ന പേനയായിരിക്കണം കേട്ടോ. അതില് എഴുതുക: ശൗലിന്റെ ഗോത്രം ബെന്യാമിൻ. ശൗലിന്റെ പിതാവ് ഒരു പരീശൻ. ശൗലിന്റെ ജന്മസ്ഥലം തർസോസ്. ഓക്കെ, എഴുതിയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ശൗലിന്റെ പേര്. ശൗലിന് 2 പേരുകളുള്ളതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം. ശൗലെന്നും പൗലോസ് എന്നും അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ശൗൽ എന്ന പേര് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇസ്രായേൽക്കാരുടെ ആദ്യ രാജാവായിരുന്ന ശൗൽ രാജാവിന്റെ സ്മരണാർത്ഥം ബെന്യാമിൻ ഗോത്രക്കാർ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ആദ്യജാതന് ശൗൽ രാജാവിന്റെ പേരിടുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് അദ്ദേഹത്തിന് ശൗൽ എന്ന നാമം കിട്ടുന്നത്. രണ്ടാമത്തെ പേര് പൗലോസ് എന്നാണ്, അല്ലേ? അപ്പോ ഈ പൗലോസ് എന്ന നാമം എങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ധിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സുവിശേഷ പ്രചരണാർത്ഥം പാലസ്തീൻ രാജ്യത്തിന് പുറത്തുള്ള റോമാ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ
പൗലോസ് എന്ന് വിളിക്കപ്പെട്ടു എന്നും അതല്ല, ശൗലിനെ മേൽപ്പട്ടക്കാരനായി ഉയർത്തിയപ്പോൾ ഈ നാമം സിദ്ധിച്ചു എന്നും ചിലർ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബ് തൃതീയൻ പാത്രീസ് ബാവായി എഴുതിയ സുറിയാനി സഭാ ചരിത്രത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശൗലിന് അല്ലായെങ്കിൽ പൗലോസ് അപ്പോസ്തലന് രണ്ട് പേരുകളുണ്ട്. ഒന്ന് ശൗല്, രണ്ട് പൗലോസ്. ഇതുകൂടാതെ അദ്ദേഹം ജാതികളുടെ അപ്പോസ്തോലൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സിദ്ധിച്ച ഒരു നാമമാണ് ജാതികളുടെ അപ്പോസ്തോലൻ. ഇനി നമുക്ക് പൗലോസിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാം. പൗലോസ് ലീഹ ജനിച്ച് വളർന്ന് അവന് വിദ്യ അഭ്യസിക്കേണ്ട കാലമായപ്പോൾ, അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏതൻസ്, അലക്സാന്ദ്രിയ, തർസോസ് എന്നിങ്ങനെ 3 പ്രശസ്ത സർവകലാശാലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തർസോസ് എബ്രായക്കാരുടേതായിരുന്നു. ഒരു എബ്രായനായതുകൊണ്ട് പൗലോസ് ലീഹ സ്വാഭാവികമായും തർസോസിലെ സർവകലാശാലയിൽ ചേരുകയും അവിടെ നിന്ന് എബ്രായ, ഗ്രീക്ക് എന്നീ ഭാഷകളും തത്വജ്ഞാനം മുതലായ ഉന്നത വിഷയങ്ങളും പഠിച്ചു. ഈ സർവകലാശാലയിലെ പഠനത്തിന് ശേഷം ശൗൽ യെരുശലേമിലെ ഗമാലിയേൽ എന്ന പ്രഗത്ഭനായ വ്യക്തിയുടെ കീഴിൽ ന്യായപ്രമാണത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടുകയും ചെയ്തു. വീണ്ടും എഴുതുകയും ശൗലിന്റെ വിദ്യാഭ്യാസം തർസോസിലെ സർവകലാശാലയിൽ നിന്ന്. ഇനി ശൗലിന്റെ ഗുരു ഗമാലിയേൽ. എഴുതി കഴിഞ്ഞോ? ഓക്കെ. പരിശുദ്ധനായ പൗലോസ് ലീഹ ഗമാലിയേലിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം 28ാമത്തെ വയസ്സിൽ സന്നിദ്രീൻ സംഘത്തിൽ ചേർന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ സന്നിദ്രീൻ സംഘം? ഗ്രീക്ക് ഭാഷയിൽ സിനേദ്രിയോൺ എന്നറിയപ്പെടുന്ന സമിതിയാണ് എബ്രായ ഭാഷയിൽ സന്നിദ്രീൻ സംഘം എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഗ്രീക്കുകാർക്ക് ഭൂലെ എന്ന നഗരസഭയും ഗരൂസിയ എന്ന ഉന്നത സമിതിയും ഉണ്ടായിരുന്നതിന് പുറമെ ഏകദേശം ബ്രിട്ടനിലെ പ്രഭുസഭ പോലെ ഭരണ നീതിനായ പട്ടാള സംഗതികളിൽ കൈകാര്യകർത്തൃത്വമുണ്ടായിരുന്ന സംഘമാണ് സന്നിദ്രീൻ സംഘം. ഈ സന്നിദ്രീൻ സംഘത്തിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ശൗൽ ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ സന്നിദ്രീൻ സംഘം നമ്മൾ പഠിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ശൗലിന്റെ മാനസാന്തരം എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങിലേക്കാണ് പോകുന്നത്. സബ് ഹെഡിങ് ശൗലിന്റെ മാനസാന്തരം. ഇതിന് നമുക്കൊരു കഥയുടെ രൂപത്തിൽ പഠിച്ചാലോ? കഥയുടെ രൂപത്തിൽ നമുക്ക് ശൗലിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയാം. പണ്ട് വളരെ പണ്ട്, ഏകദേശം 20 നൂറ്റാണ്ട് മുമ്പ് യഹൂദന്മാരുടെ സന്നിദ്രീൻ സംഘത്തിൽ അംഗമായിരുന്ന ശൗൽ എന്ന യുവാവ് ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ മഹാപുരോഹിതന്റെ
അധികാരപത്രവുമായി ഒരു സംഘം ആളുകളെയും കൂട്ടി ദമസ്കോസിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാണ് പോയത്? ദമസ്കോസിലേക്ക്. ദമസ്കോസ് പട്ടണത്തിലേക്ക് പ്രവേശിക്കാറായപ്പോൾ ശൗലിന്റെ മേൽ ഒരു പ്രകാശം പതിച്ചു. പ്രകാശത്തിന്റെ ശക്തി കൊണ്ട് ശൗൽ നിലത്തേക്ക് വീണു. പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം, ശൗലേ, ശൗലേ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? അതിന് ശൗൽ, നാഥ, അങ്ങ് ആരാകുന്നു? കർത്താവ് അവനോട്, നീ ആരെ പീഡിപ്പിക്കുന്നുവോ ആ നസ്രായനായ യേശുക്രിസ്തുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണവാതിൽക്കൽ പ്രവേശിക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് ഞാൻ പറയും. ശബ്ദം നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവനൊന്നും കാണാൻ സാധിച്ചില്ല. ശൗൽ ഇങ്ങനെ കണ്ണു കാണാത്തവനായി, അന്ധനായി തപ്പിത്തടഞ്ഞ് ദമസ്കസിലെത്തി. നേർവീതി എന്ന തെരുവിൽ യഹൂദ എന്ന വ്യക്തിയുടെ വീട്ടിൽ താമസിച്ചു. ഏത് തെരുവ? നേർവീതി. ആരുടെ വീട്ടിലാ താമസിച്ചേ? യഹൂദ എന്ന വ്യക്തിയുടെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ യഹൂദായുടെ വീട്ടിൽ 3 ദിവസം അവൻ താമസിക്കുകയാണ്. ഈ 3 ദിവസവും അവൻ ഒന്നും ഭക്ഷിക്കുകയോ ഒന്നും പാനം ചെയ്യുകയോ ചെയ്തില്ല. അങ്ങനെ ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവൻ ഈ 3 ദിവസവും കഴിച്ചുകൂട്ടി. ദൈവനിയോഗപ്രകാരം ദമസ്കസിൽ താമസിച്ചിരുന്ന ഹനനിയ എന്ന ശിഷ്യൻ ശൗലിന്റെ അടുക്കൽ വരികയും അവന്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹനനിയായുടെ പ്രാർത്ഥന മൂലം ശൗലിന് കാഴ്ച തിരികെ കിട്ടി. കാഴ്ച തിരികെ ലഭിച്ച ശൗൽ ഹനനിയായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. അങ്ങനെ ശൗൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറി. നമ്മുടെ കർത്താവ് മാമോദീസ ഏറ്റ ശേഷം എന്താണ് ചെയ്തത്? അവൻ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി വിജനപ്രദേശത്തേക്ക് പോയി. അതുപോലെ തന്നെ ശൗലും മാമോദീസ ഏറ്റ ശേഷം ദൈവസംസർഗത്തിനും ഏകാന്ത ധ്യാനത്തിനുമായി മരുഭൂമിയിലേക്ക് പോയി. ഇത് ഗലാത്യ ലേഖനം 1:17 പറയുന്നുണ്ട്. അവൻ അറേബ്യയിലേക്ക് പോയി. പൗലോസ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും നാളുകൾ കഴിച്ചു. യേശുക്രിസ്തുവിൽ നിന്ന് അവൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പഠിപ്പൊക്കെ പൂർത്തിയാക്കി രൂപാന്തരം പ്രാപിച്ചവനായി, ദൈവശക്തി സംഭരിച്ചവനായി ശൗൽ ദമസ്കോസിലേക്ക് തിരികെ വന്നു. ദമസ്കോസിൽ തിരികെ വന്ന പൗലോസ് അവിടുത്തെ സംഘാലയങ്ങളിലും ദേവാലയങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇതിൽ കോപിഷ്ഠരായ യഹൂദന്മാർ ശൗലിനെ കൊല്ലുവാൻ ആലോചിച്ചു. എന്നാൽ പൗലോസിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ഒരു കുട്ടയിലാക്കി രാത്രി കോട്ടമതിലിന് വെളിയിലേക്ക് ഇറക്കി. കോട്ടമതിലിന് വെളിയിൽ കടന്ന പൗലോസ് അവിടെ നിന്ന് യെരുശലേമിലേക്ക് പോയി. ഇപ്പോ ദമസ്കോസിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ എവിടേക്കാ പോയത്? യെരുശലേമിലേക്ക് പോയി. ശൗൽ യെരുശലേമിൽ സ്ലീഹന്മാരുടെ അടുക്കിലെത്തി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ശൗലിനെ സംശയിച്ചു. എന്തുകൊണ്ടാ സംശയിച്ചത്? കാരണം പണ്ട് ശൗൽ ക്രിസ്ത്യാനി ആകുന്നതിന് മുന്നേ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് യെരുശലേമിലെ വിശ്വാസികൾ
ശൗലിനെ സംശയിച്ചത്. എന്നാൽ ശൗലിന്റെ സഹപാഠിയായിരുന്ന ബർന്നബാസ് പൗലോസ്ലീഹായിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് സ്ലീഹന്മാരെ ധരിപ്പിച്ചു. അങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ നിന്നുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയ പൗലോസ് 15 ദിവസം പത്രോസ്ലീഹായോടൊപ്പം താമസിച്ചു. ആരോടൊപ്പം താമസിച്ചു? പത്രോസ്ലീഹായോടൊപ്പം താമസിച്ചു. എത്ര ദിവസം താമസിച്ചു? 15 ദിവസം താമസിച്ചു. യെരുശലേമിൽ ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ കുറിച്ച് ധൈര്യമായി പ്രസംഗിച്ചു. ഗ്രീക്ക് ഭാഷ അറിയാവുന്ന യഹൂദന്മാരോട് അവൻ സംവാദങ്ങളിൽ ഏർപ്പെട്ടു പോരുകയും ചെയ്തു. അവിടെയും യഹൂദന്മാർ ശൗലിന് വെല്ലുവിളിയായി തീർന്നു. ശൗലിനെ കൊല്ലുവാൻ അവർ ആലോചിച്ചു. അതിനവർ ശ്രമിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ അദ്ദേഹത്തെ കൈസരിയായിലേക്ക് കൊണ്ടുപോയി. എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? യെരുശലേമിൽ നിന്ന് കൈസരിയായിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പൗലോസിന്റെ ജന്മനാടായ തർസോസിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പൊ കൈസരിയയിൽ നിന്ന് എവിടേക്കാണ് പോയത്? തർസോസിലേക്ക്. അങ്ങനെ പൗലോസ്ലീഹ ജന്മനാടായ തർസോസിൽ താമസിക്കുകയാണ്. അല്പനാളുകൾ കഴിഞ്ഞു. അപ്പോഴാണ് ശൗലിന്റെ സുഹൃത്തായ ബർന്നബാസ്, ആരാണ്? ബർന്നബാസ്, തർസോസിൽ വന്ന് ശൗലിനെയും കൂട്ടി അന്ത്യോക്യായിലേക്ക് പോവുകയാണ്. എങ്ങോട്ടേക്കാ പോയത്? അന്ത്യോക്യായിലേക്ക്. അങ്ങനെ പൗലോസ് അന്ത്യോക്യായിൽ തിരിച്ചെത്തുകയും അവിടെ നിന്ന് തന്റെ മിഷണറി യാത്രകൾ ആരംഭിക്കുകയും ചെയ്തു. എന്ത് യാത്ര? മിഷണറി യാത്രകൾ ആരംഭിക്കുകയും ചെയ്തു. അന്ത്യോക്യായിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രകൾ ആരംഭിക്കുന്നത്. മൊത്തം 3 മിഷണറി യാത്രകളാണ് പൗലോസ് അപ്പോസ്തലൻ നടത്തിയത്. ഈ മിഷണറി യാത്രകളെ കുറിച്ചുള്ള വിശദമായ പാഠം തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. തൽക്കാലം പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തെ കുറിച്ചുള്ള കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത സബ് ഹെഡിങ്ങിലേക്ക് പോകാം. പൗലോസിന്റെ ക്രിസ്ത്യാനിത്വം കൊണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ടായ നേട്ടങ്ങൾ എന്താണ്? പൗലോസ് അപ്പോസ്തലന്റെ ക്രിസ്ത്യാനിത്വം കൊണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ടായ നേട്ടങ്ങൾ. 1. സ്തേഫാനോസിന്റെ രക്തസാക്ഷി മരണത്തോടുകൂടി ക്രൈസ്തവ സഭ യെരുശലേമിൽ ചിതറിപ്പോയി. എന്നാൽ ശൗലിന്റെ മാനസാന്തരത്തോടുകൂടി ക്രൈസ്തവ സഭയുടെ വൈതരണികൾ തൽക്കാലത്തേക്ക് അവസാനിച്ചു. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ യെരുശലേമിലെ സഭ സ്തേഫാനോസിന്റെ മരണശേഷം ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കുടിയേറി പാർത്തു. അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോകുന്ന യെരുശലേമിലെ സഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശക്തി ക്ഷയിച്ച ക്രൈസ്തവ സമൂഹമായി യെരുശലേമിലെ സഭ ഇങ്ങനെ പോകുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ കരുതൽ പോലെ പൗലോസ്ലീഹായുടെ മാനസാന്തരവും അവന്റെ ക്രിസ്ത്യാനിത്വവും മൂലം യെരുശലേമിലെ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. 2. ശൗൽ ക്രിസ്ത്യാനിയായി മാറിയതോടെ അക്ഷരജ്ഞാനമില്ലാത്തവരുടെ സംഘം എന്ന അപമാനം ക്രൈസ്തവ സഭയിൽ നിന്ന് നീങ്ങിപ്പോയി. അപ്പോ നമുക്കറിയാം, പൗലോസ് വലിയ സർവകലാശാലയിൽ നിന്നുള്ള ഉന്നതമായ വിദ്യാഭ്യാസവും അക്കാലത്തെ പ്രശസ്തനായ ന്യായപണ്ഡിതനായിരുന്ന ഗമാലിയയിൽ നിന്നുള്ള ശിഷ്യത്വം ഒക്കെ സ്വീകരിച്ച് വലിയ ജ്ഞാനിയായിട്ട് പൗലോസ്ലീഹ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നതോടുകൂടി അതുവരെ മുക്കുവന്മാര്, ചുങ്കക്കാര്, വേശ്യാസ്ത്രീകള്, കുഷ്ഠരോഗികള്, അങ്ങനെയുള്ള സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടന്നിരുന്ന
ക്രൈസ്തവ സഭയിലേക്ക് പൗലോസ്ലീഹായുടെ കടന്നുവരവോടുകൂടി അക്ഷരജ്ഞാനമില്ലാത്തവരുടെ സംഘം എന്ന ചീത്തപ്പേര് എവിടെ നിന്ന് മാറിപ്പോയി? ക്രൈസ്തവ സഭയിൽ നിന്ന് മാറിപ്പോയി. 3, പൗലോസിലൂടെ ദൈവം അനവധിയായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ പ്രവർത്തിക്ക് വേണ്ടി പൗലോസ്ലീഹായെ തിരഞ്ഞെടുത്തു. പൗലോസ്ലീഹായിലൂടെ അനവധിയായ ആളുകൾക്ക് രോഗസൗഖ്യവും ഒത്തിരി വിഷമ ഘട്ടങ്ങളിൽ നിന്നുള്ള ആശ്വാസവും ഒക്കെ ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 4, സഭയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്നത് അല്ല എങ്കിൽ അതിനെ ത്വരിതപ്പെടുത്തുന്നത് പൗലോസ്ലീഹായാണ്. പൗലോസ്ലീഹ 3 മിഷണറി യാത്രകൾ നടത്തിയതായിട്ട് നമുക്ക് അറിയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സഭയെ നട്ടു വളർത്തുന്നതിനായിട്ട് അത്യധികം പരിശ്രമിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. 5, യഹൂദവൽക്കരണം ആദിമ സഭയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് കാരണക്കാരനായി തീർന്നത് ആരാണ്? പൗലോസ് അപ്പോസ്തലൻ. അപ്പോ യഹൂദവൽക്കരണം ആദിമ സഭയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് കാരണക്കാരനായ വ്യക്തി പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനാണ്. 6, എത്രത്തോളം ക്രിസ്ത്യാനികളെ ശൗലും സംഘവും നിഗ്രഹിച്ചുവോ അതിന്റെ 1000 മടങ്ങ് വിശ്വാസികളെ ക്രൈസ്തവ സഭയോട് ചേർക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ. 7, 14 ലേഖനങ്ങളുടെ അമൂല്യമായ സമ്പത്ത് ക്രൈസ്തവ സമൂഹത്തിന് അദ്ദേഹം നൽകി. ഈ ലേഖനങ്ങളുടെ ക്രൈസ്തവ സഭയെ വളർത്തുന്നതിനും പ്രശ്നപരിഹാരത്തിനുമൊക്കെ ഉപകരിക്കുന്നതാക്കി ഈ ലേഖനങ്ങൾ മാറ്റി. അങ്ങനെ 14 ലേഖനങ്ങളുടെ അമൂല്യമായ സമ്പത്ത് ക്രൈസ്തവ സമൂഹത്തിന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നൽകി. നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് പൗലോസ്ലീഹായുടെ അന്ത്യത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ സിലബസിലില്ല. എന്നിരുന്നാൽ തന്നെയും ആ വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുന്നത് അദ്ദേഹത്തിന്റെ എൻഡിങ്ങോടുകൂടിയും. നീറോ ചക്രവർത്തിയുടെ പീഡയിലെ കാലഘട്ടത്തിൽ റോമിൽ വെച്ച് പൗലോസ് അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്യുകയും AD 67 അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വധശിക്ഷ എന്ന് പറയുന്നത് വാളുകൊണ്ട് ശിരസ് ഛേദിക്കുകയായിരുന്നു. ഇങ്ങനെ ശിരസ് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശിരസ് കഴുത്തിൽ നിന്ന് വേർപെട്ട് നിലത്തേക്ക് വീണപ്പോൾ അത് 3 വട്ടം കുതിച്ചു ചാടി എന്ന് പറയുന്നുണ്ട്. ഈ 3 വട്ടം കുതിച്ചു ചാടിയ സ്ഥലത്ത് നിന്നും ഓരോ ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ടതായിട്ടും ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോ പൗലോസ്ലീഹായുടെ അന്ത്യം AD 67 നീറോ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടങ്ങളിലാണ്. അദ്ദേഹത്തെ വധിച്ചത് എങ്ങനെയാണ്? വാളുകൊണ്ട് ശിരസ് ഛേദിച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പൊ അതുകൊണ്ട് ഈ പാഠത്തിന്റെ ഉപസംഹാരത്തിലേക്ക് നമുക്ക് കടക്കാം. ഏതൊരു പാഠ്യഭാഗവും നാം പഠിക്കുമ്പോൾ അതിനൊരു കൺക്ലൂഷൻ ആവശ്യമാണ്. നിങ്ങൾ വലിയ എസ്സേ ഒക്കെ എഴുതുമ്പോൾ അതിനൊരു കൺക്ലൂഷൻ കൊടുത്തിട്ട് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോകാം. ഉപസംഹാരം. ക്രിസ്ത്യാനിയായി 31 വർഷം ജീവിച്ച പൗലോസ് അപ്പോസ്തലൻ 27 വർഷവും സുവിശേഷ പ്രചരണാർത്ഥം മിഷണറി യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ഈ മിഷണറി യാത്രയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സഭയെ ജനിപ്പിക്കുവാനും നടുവാനും
നട്ടുവളർത്തുവാനും ലേഖനങ്ങളിലൂടെ അതിനെ പരിപോഷിപ്പിക്കുവാനും പരിശുദ്ധനായ പൗലോസ്ലീഹായ്ക്ക് കഴിഞ്ഞു. അമൂല്യങ്ങളായ 14 ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ 14 ലേഖനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ ബൃഹത്തായ ഭാഗങ്ങളും പുസ്തകങ്ങളും രചിച്ചത് ആരാണ്? പരിശുദ്ധനായ പൗലോസ്ലീഹായാണ്. പൗലോസ്ലീഹായെ ഒറ്റ വാക്കിൽ നിർവചിച്ച ക്രിസ്തു വിശ്വാസത്തെ സ്ഥാപിച്ചു. പൗലോസ് ക്രിസ്തു മതത്തെയും എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. രക്ഷകന്റെ സഹയാത്രികൻ എന്ന പുസ്തകത്തിൽ ഫാദർ ഗ്രിഗർ ഈ ഭാഗത്തെ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു വിശ്വാസത്തെ സ്ഥാപിച്ചു, പൗലോസ് ക്രിസ്തു മതത്തെയും. ഈ പാഠഭാഗം ഇവിടെ തീരുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹായെ കുറിച്ച് ഉള്ള ഈ അധ്യായത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമേയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ പെരുന്നാള് എന്നാണ് ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാ ജൂൺ മാസം 29-ാം തീയതി അന്നാണ് പത്രോസ് പൗലോസ്ലീഹന്മാരുടെ പെരുന്നാള് നാം ആചരിക്കുന്നത്. സ്ലീഹന്മാരിൽ തലവന്മാരായിരുന്ന ഉന്നതപ്പെട്ട മോർ പത്രോസും മോർ പൗലോസും എന്നാണ് 4-ാം തുബ്ദേനിൽ നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹായി. ആയതിനാൽ പൗലോസ്ലീഹായുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് സ്ലീഹയെ കുറിച്ചുള്ള അറിവിൽ നൈപുണ്യമുള്ളവരായി നമുക്ക് മാറാം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായി വിശദീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.